ഹായ് ഫ്രണ്ട്സ്, റോമാൻ റോസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ വൈറൽ ബട്ടർ എഗ് മസാലയാണ്. സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി സ്റ്റീം ചെയ്യുന്നതിനായി ഇഡ്ഡലി പാത്രത്തിലേക്ക് 4 മുട്ട വെച്ച ശേഷം 2 സവാള, 1 തക്കാളി, 5 കാശ്മീരി ചില്ലി, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കാഷ്യൂനട്ട് ഇത്രയും വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച ശേഷം 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ നന്നായി വെന്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം. എല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. മുട്ട ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് ജാറ് ചെറുതായിരുന്നുകൊണ്ട് എല്ലാം കൂടെ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നമുക്ക് ആവശ്യമുള്ള അതേ കൺസിസ്റ്റൻസി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹാഫായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ ബട്ടർ എഗ് മസാല ഇവിടെ തയ്യാറായി. ശരിക്കും ഇതൊരു സൂപ്പർ ഡിന്നർ റെസിപ്പിയാണ്. ചോറൊഴിച്ച് മറ്റേ എന്തിൻ്റെ കൂടെയും ഇത് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അക്കാര്യത്തിൽ 100% ഗ്യാരണ്ടി ഞാൻ തരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.